എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ ബോട്ടിലിൽ ഒരു തെയ്യത്തിൻ്റെ മുഖം വരച്ചെടുത്തിരിക്കുക. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു സീസറിൻ്റെ ബോട്ടിൽ എടുത്തിരിക്കുകയാണ്. ഈ തെയ്യത്തിൻ്റെ മുഖമൊക്കെ ചെയ്യാൻ ഇതേപോലെയുള്ള പരന്ന ബോട്ടിലുകളാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്. ഇതിന് ബേസ് കോട്ടായിട്ട് വൈറ്റ് അക്രൈ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ വൈറ്റെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഒരു കൂട്ട് ഓറഞ്ച് കളറങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഓറഞ്ചിനകത്ത് ഒരല്പം വൈറ്റും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ലൈറ്റാക്കിയാണ് അടിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഒരുപാട് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കും. നമുക്ക് ഇതിന് ശേഷം ഇതിനകത്ത് റെഡ് കൊണ്ട് വരയ്ക്കേണ്ടതാണ്. അപ്പോൾ അത് ഒരല്പം കൂടെ എടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഓറഞ്ച് ആയിരിക്കും നല്ലത്. ഈ ഓറഞ്ച് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ തെയ്യത്തിൻ്റെ മുഖം ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കണം. ഞാൻ ഈ ബോട്ടിലിൻ്റെ വലിപ്പത്തിനനുസരിച്ച് തെയ്യത്തിൻ്റെ മുഖം ഒരു പേപ്പറിനകത്ത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചിത്രമാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് ട്രേസ് ചെയ്തെടുക്കുകയാണ്. അങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാനായിട്ട് ഈ കാർബൺ പേപ്പറും ഈ പിക്ചറും ഈ ബോട്ടിലങ്ങ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഷാർപ്പായിട്ടുള്ള ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഈ പിക്ചറിന് മുകളിൽ കൂടി കൃത്യമായിട്ട് അങ്ങ് വരച്ചെടുക്കാം. വരയ്ക്കാൻ അറിയാവുന്നവർക്ക് ഇത് ഈസി ആയിട്ട് തന്നെ വരച്ചെടുക്കാൻ മതി. ഞങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് ട്രേസ് ചെയ്യും. ഇത് വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ ഈ പേപ്പർ അങ്ങ് റിമൂവ് ചെയ്യാം. ഇതിനകത്ത് നിന്നിട്ട് കൃത്യമായിട്ടൊരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കണ്ണിൻ്റെ ചുറ്റുമുള്ള അടയാളങ്ങളൊക്കെ അങ്ങ് വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബ്ലാക്കാണ് ഉപയോഗിക്കുന്നത്. പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് റെഡ് വരുന്ന പോർഷനുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതിലോരോന്നും പ്രത്യേകം എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. ഈ ചിത്രത്തിൽ കാണുന്നത് കണക്ക് തന്നെ ആവശ്യമായിട്ടുള്ള കളറുകളങ്ങ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈ വർക്ക് ഏകദേശം 4-5 മാസങ്ങൾക്ക് മുമ്പ് ചെയ്യാനായിട്ട് എടുത്ത് ഓറഞ്ച് കളർ വരെ അപ്ലൈ ചെയ്ത് വെച്ചതാണ്. പിന്നെ പല വർക്കുകളും മറ്റു തിരക്കുകളും ഒക്കെ കാരണം അതങ്ങ് നീണ്ടുപോയി. ഇപ്പോഴാണ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയത്. ചുണ്ടിന് റെഡ് കളർ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ അതൊരല്പം ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് ഡാർക്ക് ആക്കിയിട്ട് കൊടുക്കും. ഈ കവളിൻ്റെ 2 സൈഡിലും ഇൻറ്റു പോലെ അങ്ങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കണ്ണുകളുടെ വൈറ്റ് പോർഷനങ്ങ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഈ കാണുന്ന പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. അത്യാവശ്യം വരയ്ക്കാൻ അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു വർക്കാണ്. ഈ ചുണ്ടിൻ്റെ ഭാഗമൊക്കെ ബ്ലാക്ക് വെച്ചിട്ടൊന്ന് വരച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ യെല്ലോ കളർ വെച്ചിട്ട് കുറേ ഡോട്ടുകളിട്ട് മനോഹരമാക്കി എടുക്കണം.
ഇനി കണ്ണിലെ കൃഷ്ണമണി അങ്ങ് വരച്ചെടുക്കാം. തെർമോക്കോൾ ഒരു ബാൾ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരൽപ്പം ഗ്ലൂ തേച്ചതിന് ശേഷം മുകളിലായിട്ട് ഒട്ടിച്ചു വെക്കുന്നു. ഇതിലേക്ക് ഞാൻ ബ്ലാക്ക് അക്രലിക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബ്ലാക്ക് എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് മെറ്റാലിക് ഗോൾഡ് ഡ്രൈ ബ്രഷ് രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഈ വരച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഭാഗങ്ങളിലേക്ക് ഓറഞ്ച് ഒരൽപ്പം ഡാർക്കാക്കി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്കിലൊരു വൈറ്റ് ത്രെഡും കൂടെ ചുറ്റി കൊടുക്കുകയാണ്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു കൂട്ടം വാർണിഷും കൂടെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ വാർണിഷും കൂടെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇത് വളരെ കളറൊന്നും നിന്നാതെ ഈട് നിന്നു. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വർക്കാണ്. ഞാൻ ഈ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് പരീക്ഷിച്ച് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പഴയ കറിച്ചട്ടിയുടെ മുകളിൽ പെയിൻറ്റ് ചെയ്തിട്ട് ഒരു തെയ്യം ഫേസ് വരച്ചെടുത്തായിരുന്നു. ഇതാണ് ഞാൻ ആദ്യം ചെയ്തത്. കാണുന്ന പോലെ അത്ര കോംപ്ലിക്കേഷനൊന്നുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും വേണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ആക്റ്റീവ് ആക്കിയിട്ട് ഞാൻ ഇനി മുതലിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതുമായിരിക്കും. ഞാൻ ഈ ക്രാഫ്റ്റ് ഒരു 2-3 ദിവസം മുമ്പ് കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷേ ഈ എഡിറ്റ് ചെയ്യുന്ന നേരത്തെ ഞാനൊരു റൂം ക്വാറന്റൈനിലാണ്, കോവിഡ് പോസിറ്റീവായിട്ട്. കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ ഞാൻ റൂമിലേക്ക് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ചെറിയ ക്രാഫ്റ്റുകളൊക്കെ ചെയ്ത് ഈ റൂമിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള മാർഗം. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരിക്കും ഗുഡ് ബൈ.